എന്തായാലും മുട്ടട വാർഡിൽ കനത്ത പോരാട്ടം ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് എന്തായാലും മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടതുണ്ട്. ഒരു ജനജീവിതം അല്ലെങ്കിൽ ഒരു ജനസേവകൻ എന്ന് പറയുമ്പോൾ അത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകുമ്പോഴാണ് ഒരു ജനസേവകൻ അല്ലെങ്കിൽ സേവകയാകുന്നത്. സ്വന്തം ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്ന് ധൈര്യം സംഭരിച്ച് ജനവിധി തേടുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ. സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ശ്രുതിയേക്കാൾ അനുയോജ്യമായ മറ്റൊരു സ്ഥാനാർത്ഥി ഉണ്ടാകില്ല. തിരുവനന്തപുരം അരുവിക്കര പഞ്ചായത്തിലെ ഇറയംകോട് വാർഡിലെ BJP സ്ഥാനാർത്ഥിയാണ് പ്രതിസന്ധികളെ ചെറുപുഞ്ചിരിയോടെ നേരിടുന്ന ഈ യുവതി. തിരുവനന്തപുരം അരുവിക്കര പഞ്ചായത്തിൽ ഇറയംകോട് വാർഡിലെ BJP സ്ഥാനാർത്ഥി സാധാരണയിൽ സാധാരണക്കാരിയായ ശ്രുതി. ജനമനസ്സറിയുന്ന സ്ഥാനാർത്ഥി എന്ന വിശേഷണം ശ്രുതിക്ക് അക്ഷരാർത്ഥത്തിൽ യോജിക്കും. നിറച്ചിരിയോടുകൂടിയാണ് ശ്രുതി പ്രചരണത്തിനിറങ്ങുന്നത്. എന്നാൽ ഈ തിരഞ്ഞെടുപ്പിനേക്കാൾ വലിയൊരു ജീവിത പോരാട്ടത്തിലാണ് ഈ BJP സ്ഥാനാർത്ഥി. പ്രതിസന്ധികളോട് മല്ലിടിച്ച് ജീവിക്കാനുള്ള നെട്ടോട്ടം. അടുക്കളയിൽ കിടന്ന് ഞാൻ എൻ്റെ ഭർത്താവിന് എനിക്ക് 2 അറ്റാക്ക് വന്ന ശേഷം ഞാൻ ജോലിക്ക് ഇറങ്ങി. വീട്ടു ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് ഓരോ സ്ഥലത്ത് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ പോയി ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി സ്ഥാനം എനിക്ക് ഇവിടുത്തെ BJP ആൾക്കാർ എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് ഒരാളെ എനിക്ക് രക്ഷപ്പെടുത്താൻ സഹായിക്കാൻ പറ്റിയാൽ എനിക്ക് അത്രയും നല്ലതെന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഞാൻ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് ശ്രുതിയുടെ വീട്. 4 ചുള്ളിക്കമ്പുകളിൽ തകര ഷീറ്റും ടാർപോളിനും വലിച്ചു കെട്ടിയ ഒരു കുടിൽ. മഴ പെയ്താൽ ചോർന്നൊലിക്കും. കാറ്റിന്റെ ശക്തി കൂടിയാൽ എപ്പോൾ വേണമെങ്കിലും പറന്നുപോകും. അടച്ചുറപ്പില്ലാത്ത ഈ കുടിലാണ് ശ്രുതിയും കുടുംബവും കഴിഞ്ഞ 2 വർഷമായി കഴിയുന്നത്. ഭരണ സംവിധാനങ്ങൾ തനിക്ക് നേരെ മുഖം തിരിച്ചതുപോലെ മറ്റൊരാൾക്കും ഈ ദുരിതം ഉണ്ടാകരുതെന്നതാണ് ശ്രുതിയുടെ ആഗ്രഹം. അതിനുവേണ്ടി കൂടിയാണ് ഈ പോരാട്ടം. അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് തന്നെ നമുക്കിതിനെ കൃത്യമായി പറയാം. കാരണം ഈ വീട്ടിലെ അടുക്കളയാണിത്. ഇതിനെ വീടെന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചിക്ക് ഇത് വീട് തന്നെയാണ്. ഇത് ചേച്ചിയുടെ അടുക്കളയാണ്. ഈ ഒരു അടുക്കളയിൽ നിന്നാണ് ഈ ഒരു സ്ഥാനാർത്ഥി ഇനി മുന്നോട്ട് പോകാൻ പോകുന്നത്. ഈ ഒരു സ്ഥാനാർത്ഥിത്വം കിട്ടിയ സമയത്ത് ഈ ഒരു വീട്, ഈ ഒരു സ്ഥലം, ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം വേണം. മറ്റുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇതുപോലുള്ളൊരവസ്ഥ ഉണ്ടാകരുത് എന്ന് ആഗ്രഹിക്കുന്നില്ല. തീർച്ചയായിട്ടും ഉണ്ട്. എന്നെപ്പോലെ ആരും ഇതുവരെ വരുന്നത് കേരളത്തിൽ, ലോകത്തിൽ ഇങ്ങനെ ആരും ഉണ്ടാകരുതെന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ കുറച്ചു മുന്നേ ചേച്ചി പറയേണ്ടായി 2 മക്കളുണ്ട്, മക്കളിവിടെ ഇല്ല. ഈ ഒരു സാഹചര്യത്തിൽ ആ മക്കളെ കൂടെ ഇവിടെ നിർത്തി അവരെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഈ ചേച്ചിയുടെ ഒരു ആഗ്രഹമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത്, ഈ സ്ഥാനാർത്ഥി ഈ വാർഡിൽ ജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ സ്ഥാനാർത്ഥി ഇവിടെ ഭരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി ഇവിടെയുള്ള ഒരു മനുഷ്യർക്കും ഇതുപോലുള്ള ഒരു സാഹചര്യത്തിൽ ജീവിക്കേണ്ടി വരില്ല എന്നുള്ളത് ചേച്ചിയുടെ ഉറപ്പാണ്. അത് ചേച്ചി തന്നെ നമ്മളോട് അതാണ് ഉറപ്പായിട്ടും. അതെ, തീർച്ചയായിട്ടും ഇതുപോലുള്ള സാഹചര്യം ഇനി ഒരാൾക്കും വരാൻ ഈ ഒരു സ്ഥാനാർത്ഥി നമ്മുടെ ശ്രുതി ചേച്ചി സമ്മതിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. ക്യാമറാമാൻ വിവേകിനോടൊപ്പം ശ്രീനന്ദ, ജനം, തിരുവനന്തപുരം.